നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബാഗ്രാം വ്യോമത്താവളം തങ്ങൾക്ക് തിരിച്ചു വേണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ പുച്ഛിച്ചു തള്ളി താലിബാൻ ഭരണകൂടം. ഈ താവളത്തിന്റെ നിയന്ത്രണം ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും ട്രംപിന്റെ മോഹങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുമെന്നും താലിബാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെ വീണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശക്തികൾക്ക് കീഴിലാക്കാൻ നോക്കുന്ന ഒരു ചർച്ചയും ഇവിടെ നടപ്പിലാകില്ലെന്ന താലിബാൻ വാർത്താവിനിമയ സാംസ്കാരിക മന്ത്രി മുഹാജിർ ഫറാഹി ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ തുറന്നടിച്ചു. ട്രംപിന് ബാഗ്രാം വ്യോമത്താവളം ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ ലഭിക്കൂ എന്നായിരുന്നു മുഹാജിർ ഫറാഹിയുടെ പരിഹാസം. ചൈനയുടെ അതിർത്തിക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമത്താവളം തന്ത്രപരമായ കാരണങ്ങളാൽ അമേരിക്ക കൈവിടരുതായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി വാദിക്കുന്നത്. ഞങ്ങളത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്, ആ താവളം ഞങ്ങൾക്ക് വേണം എന്ന് കഴിഞ്ഞ വർഷം ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ ആഗ്രഹങ്ങളുടെ മുനയൊടിക്കുന്ന നിലപാടാണ് താലിബാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നീണ്ട 20 വർഷത്തെ ചോരപ്പുഴ ഒഴുക്കിയ സൈനിക ഇടപെടലുകൾക്ക് ശേഷമാണ് 2021 ഓഗസ്റ്റിൽ നാണം കെട്ട് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നത്. അമേരിക്കൻ സൈന്യം പടിയിറങ്ങിയതോടെ താലിബാൻ രാജ്യം പിടിച്ചടക്കുകയും അമേരിക്കയുടെ പ്രധാന കേന്ദ്രമായിരുന്ന ബാഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി കൈക്കലാക്കുകയും ചെയ്തു. അടുത്തിടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ US പരസ്യമായി പാകിസ്ഥാന് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഈ താലിബാൻ ഭരണകൂടത്തെ വല്ലാതെ ചൊടിപ്പിച്ചത് ഒരു സംഭവമായിരുന്നു അത്. അമേരിക്ക പാകിസ്ഥാനെ മുൻനിർത്തി അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും കളി തുടങ്ങുകയാണ് എന്ന സംശയത്തിലാണ് താലിബാൻ. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്നവർ ആരായാലും രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്ന് താലിബാൻ മന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാനെയും അവർക്ക് കുടപിടിക്കുന്ന അമേരിക്കയും കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നു ഈ വെടിപൊട്ടിക്കൽ. ലോകത്തെ വിറപ്പിച്ച അമേരിക്കൻ സൈന്യത്തെ കെട്ടുകെട്ടിച്ച തങ്ങളുടെ മണ്ണിലേക്ക് ഇനി ഒരു വിദേശ ശക്തിയെയും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് താലിബാൻ. എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷത്തെ വീണ്ടും കടുത്ത ആശങ്കയിലാഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി വന്നതും ചർച്ചയാവുകയാണ്. ഒന്നെങ്കിൽ ചർച്ചകളുടെ അന്തിമ ഉടമ്പടി, അല്ലെങ്കിൽ കടുത്ത സൈനിക നീക്കത്തിലൂടെ ഞങ്ങൾ ജോലി പൂർത്തിയാക്കും എന്നാണ് ഇറാനോട് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വാക്കുകൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാകുമെന്നത് വ്യക്തമാക്കുന്നതാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള വിലാപയാത്രയ്ക്ക് തൊട്ടു പിന്നാലെയാണ് US പ്രസിഡന്റിന്റെ പ്രതികരണം. ഒരു അന്തിമ സമാധാന കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാന്റെ പാലങ്ങളും പ്രധാന ഊർജ്ജ നിലയങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരൊറ്റ ഉച്ചകൊണ്ട് തകർക്കാൻ US സാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഉപരോധങ്ങളും മുൻപുണ്ടായ സൈനിക നീക്കങ്ങളും അവരുടെ സാമ്പത്തിക ശേഷിയെ തളർത്തിയെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു. എങ്കിലും സൈനിക നടപടിയേക്കാൾ ഒരു അന്തിമ കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇറാന്റെ 91 ദശലക്ഷം വരുന്ന സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ഈ താല്പര്യമെങ്കിലും അവിടുത്തെ ഭരണകൂടത്തെ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ US അനുവദിക്കില്ലെന്നും അവരുടെ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ പൂർണ്ണമായി US കൈമാറേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിലൊരു ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ പുതിയ നേതൃത്വത്തിൽ നിന്നും കൂടുതൽ വിവേകപൂർണ്ണമായ സമീപനമാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ട്രംപ് പറഞ്ഞത്.